നെന്മാറ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ച കനാൽ കമ്മിറ്റി യോഗം പാടശേഖര സമിതികൾ ബഹിഷ്കരിച്ചു. പോത്തുണ്ടി ജലസേചന പദ്ധതിയുടെ 2024-25 വർഷത്തെ കാർഷിക കലണ്ടർ തയ്യാറാക്കൽ, PAC അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, വാട്ടർ യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായാണ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കനാൽ കമ്മിറ്റി യോഗം വിളിച്ചത്. പോത്തുണ്ടി ജലസേചന പദ്ധതിയുടെ കീഴിലുള്ള എല്ലാ പാടശേഖരങ്ങളുടെയും പ്രസിഡന്റ്, സെക്രട്ടറി, നിലവിലെ PAC അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് നെന്മാറ ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നു. എന്നാൽ PAC കമ്മിറ്റിയിൽ കർഷകരുടെ അംഗസംഖ്യ 5-ൽ നിന്ന് 2 കുറയ്ക്കാനും 6 ഉദ്യോഗസ്ഥരെ നോമിനിയായി നിയമിക്കാനുമുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് പാടശേഖര സമിതികൾ യോഗം ബഹിഷ്കരിച്ചത്. അത്രയും സ്ലൂയിസിന്റെ വാട്ടർ അസോസിയേഷൻ വരുമ്പോൾ ഒരു വാട്ടർ അസോസിയേഷനിലെ 9 പേരാവുമ്പോൾ ഇത്രയും പേരെ എന്തിനാണ് വർത്തമാനം പറയിപ്പിക്കാൻ ഇടവരുത്തുന്നത്? ഉള്ള ഈ അസോസിയേഷൻ വർക്ക് ചെയ്യാതെ കിടക്കുകയാണ്. ഇപ്പൊ നേരത്തെ രൂപീകരിച്ച വാട്ടർ അസോസിയേഷൻ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇന്ന് വരെ ഒരു മീറ്റിംഗ് വിളിക്കുകയോ അതിന്റെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഇവിടെയുള്ള പോത്തുണ്ടിയിലെ കൃഷിക്കാരെ വിളിച്ചിട്ട് ഈ ഒരു വാട്ടർ യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇരിക്കട്ടെ അവിടെ. ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക കലണ്ടർ. തമിഴ്നാട് പോലെ ആക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ മണ്ണൂത്തിൻ്റെ തൃശ്ശൂരിൻ്റെ അപ്പുറം പോകുമ്പോൾ തെരച്ചു മുൻപ് പോലെ കിടക്കുകയാണ്. അതുപോലെ ഇവിടെ ആക്കാൻ പോവുകയാണ്. അതിനാണ് ഞങ്ങളിപ്പോൾ പ്രതിഷേധിച്ച് വന്നിരിക്കുന്നത്. എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്ത് ആരും അവിടെ ഇരുന്നില്ല, എല്ലാവരും പുറത്തിറങ്ങിപ്പോയി. 9 പഞ്ചായത്തിക്ക് വെള്ളം കൊടുക്കാമെന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്, കുടിവെള്ള പദ്ധതി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ആകെയുള്ളത് 16 അടി വെള്ളം ഉള്ളത്. 25 അടി വെള്ളം സ്റ്റോക്ക് വേണം അത്ര ഈ 9 പഞ്ചായത്തിക്ക് വെള്ളം കൊടുക്കാൻ. അപ്പോൾ കൃഷിക്കാരനെ വിളിച്ചിട്ട് ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് പല പരിപാടിയും മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കൃഷിക്കാരനോട് സമ്മതിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ അഡ്വൈസറി കമ്മിറ്റിയും മറ്റുള്ള കാര്യം ഈ കുടിവെള്ള പദ്ധതി കാര്യം സമ്മതിച്ചിട്ട് റെക്കോർഡ് ഉണ്ടാക്കി വെക്കുക. നമ്മൾക്ക് അവസാനം അവിടെ കൃഷി ചെയ്താലും വേണ്ടില്ല, അവിടെ തരിച്ചിട്ടാലും വേണ്ടില്ല, ഇവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ തയ്യാറില്ല. ഞങ്ങൾ യോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. കൃഷിയെക്കുറിച്ച് പ്രായോഗികമായി അറിയുന്ന കർഷകരെ ഒഴിവാക്കി കാർഷിക അറിവുകളില്ലാത്ത ഉദ്യോഗസ്ഥരെ PAC കമ്മിറ്റിയിൽ തിരികെ കയറ്റുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കർഷകർ പറഞ്ഞു. 9 പഞ്ചായത്തിലേക്ക് ബാധ്യത കൊടുക്കുന്ന കുടിവെള്ളം അതാത് ഭാഗങ്ങളില്ല. മംഗല ഡാം, മലമ്പുഴ ആ ഭാഗത്തുള്ള പ്രദേശത്ത് ആ ഡാമിൽ നിന്ന് എടുത്ത് കൊടുക്കാതെ ഈ 7 ഭാഗത്തേക്ക് കൊടുക്കുന്നത് പോത്തുണ്ടി പഞ്ചായത്തിന് എടുക്കുന്നത് ആണുള്ള ഇവിടെ കൃഷിക്ക് ഇത്ര നാശനഷ്ടം വരുന്നത്. അത് ഒഴിവാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം. അതോടൊപ്പം തന്നെ 2 മെമ്പർമാർ മതി എന്ന് പറഞ്ഞത് 5 or 7 അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ഓരോ പ്രദേശത്തിനും ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ജനങ്ങളെ കാണുകയും ആ പ്രദേശ പോരായ്മകൾ പരിഹരിക്കാൻ പറ്റുന്ന കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നിയമിക്കണം. ഒപ്പം നിരവധി പരാതികളും കർഷകർ ഉന്നയിച്ചു. ആദ്യകാലത്ത് 2ാം വിള കൃഷിക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന പോത്തുണ്ടി അണക്കെട്ടിലെ വെള്ളം ജലജീവൻ പദ്ധതി വന്നതോടെ കർഷകർക്ക് ലഭിക്കുന്നത് കുറഞ്ഞു. കർഷകർക്ക് ലഭിക്കേണ്ട വെള്ളം വിറ്റുകാശാക്കുന്ന അധികൃതർ കൃഷിഭൂമികൾ തരിശാക്കുകയും കർഷകരെ ഇല്ലാതാക്കുകയുമാണ് ചെയ്യുന്നതെന്നും കർഷകർ ആരോപിച്ചു. ഏതെങ്കിലും ഉള്ള ഒരു സ്ഥലത്ത് ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയാൽ അവർക്ക് കൃഷിക്കാരെ അറിയില്ല. അതായത് തവളക്കണ്ണേത്, ചിറ്റേരിയത്, ഇതൊന്നും അറിയാത്ത, നെല്ലിൻ്റെ ഇനം പോലും അറിയാത്ത ആൾക്കാരെ ഉപദേശിക്കാൻ കൊണ്ടുവന്ന് വെച്ചാൽ അതൊരു വീഴ്ചയാണ്. ഇപ്പോഴും PAC മെമ്പർമാർക്ക് TA ഒന്നുമില്ല. അവരെ എല്ലാം സ്വന്തമായി ചെയ്തിട്ടാണ് കലക്ട്രേറ്റിൽ മീറ്റിംഗ് വിളിച്ചാലും എവിടെ മീറ്റിംഗ് വിളിച്ചാലും പോകണം. അതിന് പുറമേ വെള്ളം എത്തിയില്ല പറയുന്ന പ്രദേശങ്ങളിൽ പോയി കാണാൻ പോണതും ഒക്കെ സ്വന്തം ചെലവിലാണ്. നെല്ലിയാമ്പതി മലനിരകളിലൂടെ ഒഴുകിപ്പോവുന്ന വെള്ളം പോത്തുണ്ടി ഡാമിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന ഏലമ്പാടി തടയണ പദ്ധതിയുടെ സാധ്യത സംബന്ധിച്ച് വിദഗ്ധ സംഘം നടത്തുന്ന പരിശോധനകൾ വെറുതെയാവുകയാണ്. 16 വർഷം മുൻപ് പദ്ധതിയെക്കുറിച്ച് ആലോചന തുടങ്ങിയ അധികൃതർക്ക് ഇന്നും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. നെല്ലിയാമ്പതി നൂറടിപ്പുഴയിലെയും മറ്റു നീരൊഴുക്കുകളും ഏലമ്പാടിക്ക് സമീപം തടയണ നിർമ്മിച്ച് കേശവൻപാറ വഴി കമ്പിപ്പാലത്തിലൂടെ പോത്തുണ്ടി ഡാമിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ കൃഷിക്കും കുടിവെള്ളത്തിനും ക്ഷാമമുണ്ടാവില്ല. നൂറടിപ്പുഴയിലെ വെള്ളം കാരപ്പാറ വഴി ചാലക്കുടിയിലേക്ക് ഒഴുകി നഷ്ടമാവുകയാണെന്ന് കർഷകർ ആശങ്ക പ്രകടിപ്പിച്ചു. നെല്ലിയാമ്പതിയിലെ ഏലമ്പാടിക്ക് സമീപം ഇപ്പോഴുള്ള തടയണ ബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുതിയ തടയണ നിർമ്മിക്കുകയോ ചെയ്ത്
കേശവം പാറ വഴി ഒരു 5 മീറ്റർ താഴ്ചയിൽ 500 മീറ്റർ നീളത്തിൽ ഒരു തുരക്കം ഉണ്ടാക്കിയാൽ ആ വെള്ളം ഇവിടെ വന്ന് ചാടും. അതായത് ചോല വഴി ഇരുമ്പ് പാലത്തിൻ്റെ അടിയിൽ കൂടെ ഡാമിൽ വന്ന് ചാടും. ജനുവരി ലാസ്റ്റ് വരെ ആ പുഴയിൽ വെള്ളം ഒഴുക്കുന്നുണ്ട്. അപ്പോൾ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം അതുകൊണ്ട് കഴിയും. പിന്നെ 1-2 പഞ്ചായത്തിൽ അധികം കുടിവെള്ളം കൊടുക്കുകയാണെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കിയ ശേഷമാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനുള്ള ശ്രമം 35 കൊല്ലമായി ഞങ്ങൾ നടത്തുന്നു. ഒരു ഗവൺമെൻറ്റും അതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഉദ്യോഗസ്ഥന്മാരും അതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. നെന്മാറ, അയിലൂർ, മേലാർകോട്, എലവഞ്ചേരി തുടങ്ങി പോത്തുണ്ടി ജലസേചന പദ്ധതിയുടെ കീഴിലുള്ള എല്ലാ പാടശേഖരങ്ങളുടെയും പ്രതിനിധികൾ പ്രതിഷേധമറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.